ഇന്നൊരു ബ്രെഡ് വെച്ചിട്ട് ഷവർമ പോലെയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ മാവൊക്കെ കലക്കിയിട്ട് വേണ്ട തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ ഇതങ്ങനെയൊന്നുമില്ല, സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് എന്താണെന്നുള്ളത് കാണാം. വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 1.5 കപ്പോളം ബോൺലെസ് ചിക്കൻ വേണം. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും 2 ടീസ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. അപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഷവർമേൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു 10-20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു പാനിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു 2-3 ടേബിൾ സ്പൂണോളം മതി. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ആക്കിയെടുക്കാം. ഇനി ഞാനിത് കോരി മാറ്റുന്നുണ്ട് കേട്ടോ, ഈ ഒരു കളറായതിന് ശേഷം. അപ്പോൾ അതേ പാനിൽ തന്നെ ഒരു ഉള്ളി ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റും കാബേജും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു 1.5 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊരു 2 മിനിറ്റ് നമുക്കൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആ ഒരു ചിക്കനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ മയോണൈസാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളകും ഉപ്പുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണിൻ്റെ അടുത്തോളം കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അതിന് മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ബൗളിൽ 3 മുട്ട എടുക്കണം. പിന്നെ ഇതുപോലത്തെ ബ്രെഡ് 4 വശം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മുട്ടയിലേക്ക് കുറച്ച് കുരുമുളക് പൊടി അതുപോലെ തന്നെ ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഇനി ഇതുപോലെ ഇങ്ങനെ മുട്ടയിലൊന്ന് മുക്കിയിട്ട് ഈ ഒരു പാത്രത്തിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ പാത്രം ഇതുപോലത്തെ ഒരു ഷേപ്പുള്ള പാത്രമാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ഓയിലൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ബ്രെഡ് സാധാരണ ഒരുപാട് പേര് ചെയ്യുന്നതാണ്. പക്ഷേ ഷവർമ ഫില്ലിങ് വെച്ചിട്ട് അധികം പേര് അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു രീതി ഇവിടെ കാണിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ബ്രെഡെല്ലാം ആ ഒരു മുട്ടയിൽ മുക്കിയിട്ട് ഒരു ഇത്തിരി പോലും ഗ്യാപ്പില്ലാണ്ട് നമുക്ക് ഇതൊന്ന് സെറ്റ് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഷവർമ പോലെ ചെയ്തെടുക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് കുറച്ച് മയോണൈസ് ഇതിൻ്റെ മുകളിലൊന്ന് പുരട്ടി കൊടുക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് ആ ഒരു ഫില്ലിങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല ക്രീമി ആയിട്ടുള്ള ഒരു മസാലക്കൂട്ട് തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഇനി നമുക്ക് ബാക്കി വരുന്ന ആ ഒരു ബ്രെഡ് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ മേലിലും കൂടെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഒരിത്തിരി പോലും ഗ്യാപ്പില്ലാതെ വേണം നമ്മളിതൊന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്നങ്ങ് അമർത്തി കൊടുക്കാം. നല്ല രീതിയിൽ ഒട്ടി വരും കേട്ടോ. ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അങ്ങ് അമർത്തി കൊടുത്താൽ മതി. അതിന് ശേഷം ബാക്കി വന്ന മുട്ടയും കൂടി ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 10-20 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാനിത് ഡയറക്റ്റ് തന്നെ സ്റ്റൗവിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ചെറിയ തീയിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇങ്ങനെ സൈഡൊക്കെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ടാവും. അതിനുശേഷം നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ മേൽഭാഗം കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു പാനിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേൽഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടില്ല, നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിത് നല്ല ചൂടോടെ തന്നെ കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ കുട്ടികൾക്കല്ല ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് നോമ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് നല്ല നല്ല റെസിപ്പികളുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്